ഈ തേങ്ങ ഇങ്ങനെ തിരുമ്മി കൂട്ടുന്ന എന്തിനാന്ന് വെച്ചാലേ, ഞാൻ രാവിലെ അടുക്കളയിൽ കയറിയപ്പം കുറച്ച് പപ്പടം ഇരിക്കുന്ന കണ്ടപ്പോൾ തോന്നിയൊരു ആഗ്രഹമാണേ, ചെറുപയർ കൊണ്ട് കുറച്ച് പരിപ്പേറി ഉണ്ടാക്കിയാലോ ഒന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് ചെറുപയറെടുത്ത് കഴുകി അടുപ്പിലേക്ക് വെച്ചു. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണമല്ലോ. പയർ ചൂടായപ്പോഴാണ് വീഡിയോ എടുക്കണമെന്ന് തോന്നിയത്. അപ്പോഴേക്കും നന്നായി മൂത്ത് പോയി കേട്ടോ. എന്നാലും വേണ്ടില്ല, എടുത്ത് മിക്സിയിലിട്ട് 2 കറക്കി ചെറിയൊരു മുറത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നത്തെ പണി അതൊന്ന് കുഴിച്ചെടുക്കുകയാണ്. നന്നായി പൊടിഞ്ഞു പോയതൊക്കെ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുൻപ് കഴുകിയെടുത്ത് തന്നെ, ഇനി കഴുകേണ്ട കാര്യമില്ല. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച ശേഷം 2 ചുവന്നുള്ളിയും പച്ചമുളകും കീറിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമ്മൾ മുൻപ് മാറ്റി വെച്ച പൊടിയില്ലേ, അതിലേക്ക് കുറച്ച് തേങ്ങയും പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കിയെടുത്തു. നല്ല അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. സംഗതി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പയറെല്ലാം വെന്തോ. ഇനി തവി വെച്ച് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഒരു ജാറിലേക്ക് ആവശ്യത്തിന് വേണ്ട തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞളും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി അത് പയറിലേക്ക് തട്ടി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ചെറുതായിട്ട് അധികം തിളക്കണ്ട കേട്ടോ, ചൂടാക്കി എടുത്താൽ മതി. ഇനി put ചീനച്ചട്ടി, put it in the അടുപ്പ്, put some coconut oil, put some കടുകുമണീസ്, little കറിവേപ്പിലാസ്, കടുകുവറ. സംഗതി കഴിഞ്ഞു. ഇനി എന്തിനാ നോക്കിയിരിക്കുന്നത്? കുറച്ച് ചോറെടുക്കുക, കുറച്ച് പരിപ്പൊഴിക്കുക, അതിലേക്കൊരു പപ്പടവും കൂടി ചേർത്ത്